Welcome to a new session of M Academia. So, we will discuss RC coupled amplifier. Last class, we will discuss transistor as an amplifier. Basic circuit transistor amplifier support basic circuit. We will the next stage RC coupled amplifier. That is construct the working. Okay. Transistor amplifier work. That's basically criteria. എന്തുകൊണ്ടാണ് നമ്മൾ RC coupled എന്ന കൺസെപ്റ്റിലോട്ട് പോണേന്ന് നമ്മൾ നോർമലി നമുക്ക് ചുറ്റുമുള്ള എല്ലാ സിഗ്നൽസ് ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ടെമ്പറേച്ചർ വേരിയേഷൻസ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് എല്ലാം തന്നെ വളരെ ചെറിയ സിഗ്നൽസ് ആണല്ലേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡൊക്കെ വളരെ ചെറുതായിരിക്കും വളരെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ സിഗ്നൽസിനെ നമുക്കിപ്പം ആംപ്ലിഫൈ ചെയ്യണം പക്ഷേ ചിലപ്പോൾ നമ്മൾ ഒരു ലെവൽ ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻറ്റിലോട്ട് എത്തണം എന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു പ്രാവശ്യം കൂടെ ആംപ്ലിഫയർ സ്റ്റേജിൽ കൂടെ കടത്തിവിടേണ്ടി വരും അപ്പോൾ മൾട്ടി സ്റ്റേജസ് വരും അല്ലേ മൾട്ടി സ്റ്റേജസ് വരുമ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത്രയും ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേജസ് വരും അങ്ങനെ വരുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജും രണ്ടാമത്തെ സ്റ്റേജും കൂടെ നമ്മൾ എന്ത് ചെയ്യും ഒരുമിച്ച് വയ്ക്കും അല്ലേ അപ്പോൾ അടുത്ത സ്റ്റേജ് വേണമെങ്കിൽ ഒരുമിച്ച് വയ്ക്കുക അപ്പോൾ കപ്ലിംഗ് സംഭവിക്കും അല്ലേ അങ്ങനെ നമ്മൾ പല സമയത്തും നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് കപ്പിൾ ചെയ്യണത് എന്ത് വെച്ചിട്ടാണോ അതനുസരിച്ചിട്ടാണ് നോർമൽ ആംപ്ലിഫയേഴ്സ് നമ്മൾ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഉണ്ട് RC കപ്ലിംഗ് ഉണ്ട് അപ്പം പലതരത്തിലുള്ള കപ്ലിങ്സ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് നോർമലി മൾട്ടി സ്റ്റേജസ് ഉണ്ട് പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ അതായത് ഇതിനെ ഒരു സ്റ്റേജിലോട്ട് കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ Rഉം Cയും റെസിസ്റ്ററും കപ്പാസിറ്റേഴ്സ് ആയിരിക്കും അതിനകത്ത് അടുത്ത സ്റ്റേജിലോട്ട് കപ്പിൾ ചെയ്യാനുള്ള എലമെന്റ്സ് ആയിട്ട് വർക്ക് ചെയ്യണേ അതുകൊണ്ടാണ് ഹെൻസ് ദ നെയിം എന്ത് RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് അത് നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേജസ് വേണ്ടി വരുമ്പോഴാണ് നമ്മൾ മൾട്ടി സ്റ്റേജിലോട്ടുള്ള കൺസെപ്റ്റിലോട്ട് പോണത് അപ്പോൾ അതിന്റെ ബേസിക് സിംഗിൾ സ്റ്റേജ് ആണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ നമ്മളിപ്പോൾ പഠിക്കണം ഓക്കെ അപ്പോൾ RC കപ്പിൾഡ് എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ് പക്ഷെ നമ്മൾ പഠിക്കുന്ന സിംഗിൾ സ്റ്റേജ് ആണ് അത് ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ അടുത്തതും വെക്കാം ഓക്കെ അത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്തോരം ആ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യണമെന്നനുസരിച്ചിട്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ കപ്പിൾ ചെയ്യാൻ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് ഒരു സ്റ്റേജിന്റെ ഔട്ട്പുട്ട് അടുത്ത സ്റ്റേജിലോട്ട് കപ്പിൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് കപ്ലിംഗ് എലമെന്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് റെസിസ്റ്ററും കപ്പാസിറ്റേഴ്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ ഓർത്തിരിക്കാം ഓക്കെ ഇതാണ് ബേസിക്കലി ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ അപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിക് സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ 4 വർഷവും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ബേസിക് സർക്യൂട്ട് ഡയഗ്രാമാണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യാണ്ടിരിക്കാം ഓക്കെ ഇനീഷ്യലി ഞാൻ അതിനകത്ത് എല്ലാ കമ്പോണൻസും പറഞ്ഞുതരാം പിന്നെ ഇതെങ്ങനെ വരയ്ക്കണം എന്നും കൂടെ മിസ് പറഞ്ഞുതരാം അപ്പോൾ നമുക്കറിയാം നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായിരിക്കും എമിറ്റർ വിൽ ബി കോമൺ ടു ഇൻപുട്ട് as well as the output ആണ് അപ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് ട്രാൻസിസ്റ്റർ ആണ് ഇതിന്റെ ബേസ് കളക്ടർ എമിറ്റർ അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ വരയ്ക്കുക ഇതിന് കഴിഞ്ഞ് നമുക്കറിയാം നമുക്ക് നോർമലി കഴിഞ്ഞ പ്രാവശ്യം ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ പഠിച്ചപ്പോൾ നമ്മൾ 2 വോൾട്ടേജ് സോഴ്സ് എടുത്തായിരുന്നു ക്ലാസ് കണ്ടവരാണെങ്കിൽ അറിയാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ടായിരുന്നു ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു VBBയും VCCയും അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ 2 വോൾട്ടേജ് സോഴ്സ് എടുക്കുന്നതിന് പകരം ഒരൊറ്റ വോൾട്ടേജ് സോഴ്സിലോട്ട് മാറുവാണ് ദാറ്റ് ഈസ് VCC നമ്മൾ എന്തിനാ 2 പവർ സപ്ലൈ എടുക്കണേ ഒരു പവർ സപ്ലൈയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജിലോട്ട് എത്തിച്ചാൽ പോരെ റെസിസ്റ്ററിന്റെ വോൾട്ടേജ് കുറച്ചിട്ട് അപ്പോൾ നമ്മൾ അതാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഒരു VCC ആണ് VBBയും VCC ഒക്കെ ഒരൊറ്റ വോൾട്ടേജ് ആക്കി VCC അവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് കൊടുക്കണം കളക്ടറിലോട്ട് കൊടുക്കണം അപ്പോൾ നേരത്തെ RC എന്ന് പറഞ്ഞത് ഇവിടെ RL ഇത് RC എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കളക്ടറിന്റെ അവിടെ ആയതുകൊണ്ട് RC അപ്പോൾ റെസിസ്റ്റർ ഇട്ട് കൊടുത്തു അവിടെ ചെയ്ത അതേപോലെ തന്നെ VCC RC ഡയഗ്രത്തിന് ഇത്തിരി വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ബേസിലകത്തോട്ട് നമ്മൾ കൊടുത്തിരുന്നത് ഡയറക്റ്റ് വോൾട്ടേജ് ഇങ്ങനെയാണ് കൊടുത്തിരുന്നത് വോൾട്ടേജ് റെസിസ്റ്റർ വെച്ചിട്ട് ഇപ്രാവശ്യം നമ്മൾ VBB എടുക്കാൻ പറ്റില്ല നമ്മൾ ഒറ്റ വോൾട്ടേജ് സോഴ്സ് എടുക്കുന്നുള്ളൂ VCC അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം ബേസിന് ആവശ്യമുള്ളത് കൊടുക്കാൻ ആ വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളിങ്ങനെ ഇവിടെ R1 R2 എന്ന് പറഞ്ഞ 2 റെസിസ്റ്റർ ഇട്ടിട്ട് അതിൻ്റെ മിഡ് പോയിന്റിൽ നിന്നാണ് എങ്ങോട്ട് കൊടുക്കണേ ബേസിലോട്ട് കൊടുക്കണേ പിന്നെ നമ്മൾ ചെയ്ത എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് ഒരു VS ഉണ്ടായിരുന്നു VSന് കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു RSും കൂടെ ഇവിടെ വരയ്ക്കാം കേട്ടോ അത് വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറിയ റെസിസ്റ്റൻസ് ആണ് ഓക്കെ അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു നമുക്കറിയാം ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു ആ കപ്പാസിറ്റർ വഴി നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊടുത്തു ഇനി നമ്മൾ ഇതിനകത്ത് ഔട്ട്പുട്ട് എടുക്കുമ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു കപ്പാസിറ്റർ കൂടെ ഔട്ട്പുട്ട് സൈഡിൽ വേണം കേട്ടോ അപ്പോൾ ഈ അവിടെ ഒരു ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ കൂടെ കണക്ട് ചെയ്യുക അത് നമ്മുടെ C2
ഇനി ഇത്രയും കമ്പോണൻസ് നമുക്ക് ചെയ്തു. അതിനുശേഷം എമിറ്ററിൻ്റെ അവിടെ നമ്മൾ റെസിസ്റ്ററോടെ കൊടുക്കണം RE, എമിറ്ററിൻ്റെ അവിടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ കൊടുക്കണം C. ഇതാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഇൻവേർട്ടഡ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് വരും, 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിൽ ആംപ്ലിഫൈഡ് വരും. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ വേണ്ടത്. ഓക്കെ, അപ്പം ഇനി ഇത്രയും കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഓരോ കമ്പോണൻസും നമ്മൾ എന്തിനാണ് കൊടുത്തിരിക്കണേന്ന് നമ്മൾ അറിയണം. അപ്പോൾ VCC നമ്മൾ നോർമലി എന്തിനാണ് കൊടുക്കുക? അതിനെ ബയാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കണേ അല്ലേ. എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ചെയ്യിക്കാൻ വേണ്ടി ഒറ്റ കോമൺ വോൾട്ടേജ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി കളക്ടറിൻ്റെ അവിടെ റെസിസ്റ്റൻസ് ആണ് എന്ത് RC എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കേ, ആ റെസിസ്റ്റൻസ് ബേസിൻ്റെ അങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ ആക്ച്വലി എന്തുണ്ട്, നമുക്ക് VCC ഉണ്ട് അല്ലേ. സോ ഇത് നമ്മുടെ VCC ആണ്. ഇവിടെ നിന്ന് നമ്മൾ റെസിസ്റ്റർ ഇട്ടു, റെസിസ്റ്റർ ഇട്ടു, അതിനുശേഷം പിന്നെ ഒരു റെസിസ്റ്റർ ഇട്ട് ഗ്രൗണ്ട് ചെയ്തു. ഇവിടെ നിന്നാണ് നമ്മൾ എന്തിലോട്ട് കൊടുക്കണേ, ബേസിലോട്ട് കൊടുക്കണേ. ഇത് നിങ്ങളുടെ R1 R2. ഞാൻ ആ ഇവിടുത്തെ മാത്രം പോർഷൻ എടുത്ത് വരയ്ക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ നിന്നുള്ള വോൾട്ടേജിനെ ബേസിലോട്ട് കൊടുക്കുന്ന വോൾട്ടേജിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് 2 റെസിസ്റ്റർ ഇട്ട് അതിന് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു ബയാസിങ് കൺസെപ്റ്റിനെ ബേസിലോട്ട് കൊടുക്കുന്ന വോൾട്ടേജ്, ആ ബയാസിങ് കൺസെപ്റ്റ് എന്ന് വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്. വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റെസിസ്റ്റേഴ്സ് ഇട്ടിട്ട് ഡിവൈഡ് ചെയ്ത്. അപ്പം നമ്മൾ ഈ R1ൻ്റെ R2ൻ്റെ വാല്യൂ വി ഷുഡ് കെയർഫുള്ളി ചൂസ് ഇസ് ദാറ്റ് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് മാത്രം എന്തിലോട്ട്, ബയാസിങ് മാത്രം ഇവിടെ ചെന്നാൽ മതി, ബേസിലോട്ട് ചെന്നാൽ മതി. അപ്പോൾ അതിനൊരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ആ ബേസ് വോൾട്ടേജ് കണ്ടുപിടിക്കുക, VBE കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ 2 റെസിസ്റ്റർ ഇട്ടിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ വോൾട്ടേജ് ബേസിലോട്ട് കൊടുക്കുന്നത്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ R1ഉം R2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുക. ആക്ച്വലി ഇവിടുത്തെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ നിങ്ങൾക്ക് അറിയാം, ഇവിടുത്തെ വോൾട്ടേജിൻ്റെ വാല്യൂ അറിയായിരിക്കും. ഇവിടുത്തെ വോൾട്ടേജ് ഇപ്പം VB ബേസിലോട്ടാണല്ലോ കൊടുക്കണേ. അപ്പോൾ ബേസിലോട്ട് കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് എത്രയാണോ VCC ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് R2 ഡിവൈഡ് ബൈ R1 പ്ലസ് ടോട്ടൽ റെസിസ്റ്റൻസ് R2. ഇതാണ് ആ ബേസിലോട്ട് പോണ വോൾട്ടേജിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ എത്ര വോൾട്ടേജ് ബേസിൽ വേണം, നമ്മൾ എടുക്കുന്ന VCC നോക്കിയിട്ട് R1ൻ്റെ R2 വാല്യൂ നമ്മൾ എന്ത് ചെയ്താൽ മതി, ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് വോൾട്ടേജ്. R1 R2 നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്തിനാണ്, ബേസിനെ ബയാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ബയാസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ. നമ്മളിപ്പോൾ ഓൾറെഡി ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റിംഗ് പോയിന്റ് നിർത്തണം. അപ്പോൾ അതിനാവശ്യമുള്ള DC വോൾട്ടേജ് ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്, VCC. അപ്പോൾ അതനുസരിച്ച് നമ്മൾ R1ൻ്റെ R2ൻ്റെ വാല്യൂ ചൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് VS ആണ്. നമുക്ക് ഏത് സിഗ്നലിനെയാണോ ആംപ്ലിഫൈ ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്തിലോട്ട് കണക്ട് ചെയ്യുക, ബേസിലോട്ട് കണക്ട് ചെയ്യുക. ഇനി 2 കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, C1ഉം C2. ആ കപ്പാസിറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് കപ്പാസിറ്റർ എപ്പോഴും AC-നെ കടത്തിവിടും, DC-നെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ AC-നെ കടത്തിവിടും, DC-നെ ബ്ലോക്ക് ചെയ്യുമെങ്കിൽ ഇവിടെ വരുന്ന AC നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ എന്തെങ്കിലും DC കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിങ്ങോട്ടേക്ക് എന്ത് ചെയ്യില്ല, പോകത്തില്ല, DC പോകില്ല. നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട AC-നെ എന്ത് ചെയ്യും, കടത്തിവിടുകയും JC-ലോട്ട് കടത്തിവിടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ DC-നെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, കപ്പാസിറ്റർ C1 വെച്ചിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ DC-നെ ബ്ലോക്ക് ചെയ്യണേ, DC-നെ ബ്ലോക്ക് ചെയ്താൽ മാത്രമാണ് ബയാസിങ്ങുകൾ മാറാണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ ഓൾറെഡി ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റിംഗ് റീജിയനിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ DC ഒക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് സാച്ചുറേഷനിലോട്ടും കട്ട് ഓഫിലോട്ടൊക്കെ പോകും. അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മളിവിടെ കപ്പാസിറ്റർ. അതേപോലെ ഒരു കപ്പാസിറ്റർ നമ്മൾ ഔട്ട്പുട്ടിലും കണക്ട് ചെയ്യണം, സിൻസ് ദാറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജിനകത്ത് DC കമ്പോണൻസ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കൊടുത്ത ഇൻപുട്ടിൻ്റെ പ്യുവർ ആംപ്ലിഫൈഡ് AC വേർഷനായിരിക്കണം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് സിയും ആറിയുമാണ്. സി എന്ന് പറയുന്നത് ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയും. ഇവിടെ നമുക്ക് എന്തെങ്കിലും AC നോയ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ നോയ്സിനെ ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കോമൺ എമിറ്ററിൻ്റെ അവിടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ വെച്ചിരിക്കുന്നത്. AC-നെയൊക്കെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. AC എന്ന് പറയുന്നത് സിഗ്നൽ അല്ല, AC നോയ്സ്. അപ്പോൾ ആ ഫ്രീക്വൻസി നോയ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള C വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി വരുന്നത് RE. REയുടെ ഈ കൺസെപ്റ്റ് ഇച്ചിരി ഉണ്ട്, അത് പറയാം. RE എന്ന് പറയുന്നത് എമിറ്ററിന് അവിടെ കൊടുക്കുന്ന റെസിസ്റ്ററാണ്. ആ റെസിസ്റ്ററിൻ്റെ മെയിൻ, ഇപ്പം നമുക്ക് ഭയങ്കര വലിയ കൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരൊറ്റ വാക്കിൽ പറയാം, തെർമൽ സ്റ്റെബിലിറ്റി, ടെമ്പറേച്ചറിന് വേരിയേഷൻസ് വരുമ്പോൾ നമ്മുടെ കളക്ടർ കറണ്ടിനും നമ്മുടെ ഇതിനൊക്കെ ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ടിനും ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കണേ, RE ഉപയോഗിക്കണേ. തെർമൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് REയുടെ കൺസെപ്റ്റ്. അപ്പോൾ ഞാനത് ഇച്ചിരി ടൈം എടുത്ത് പറഞ്ഞുതരാം.
ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു ലൂപ്പ് ഇവിടെയും കൺസിഡർ ചെയ്യണം. ഇത് ബേസ് ആണ്. ഓക്കെ, ഒരു 1 സെക്കൻഡ്. ഇത് ട്രാൻസിസ്റ്ററിൻ്റെ ആക്ച്വലി ഇത് ബേസ് ആണ്, ഇത് എമിറ്റർ ആണ്. ഓക്കെ, ഇത് നമുക്കറിയാം NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ഇത് N ആണ്, ഇത് P ആണ്, ഇത് N ആണ്. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇത് P ആയതുകൊണ്ട് ഓൾറെഡി പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു വോൾട്ടേജ് എന്ന് പറയുന്നത് VB ആണ്. അത് P പോസിറ്റീവ് ആണ്. ട്രാൻസിസ്റ്ററിൻ്റെ NPNൻ്റെ P പോസിറ്റീവ് ആയതുകൊണ്ട് എമിറ്റർ നെഗറ്റീവ് ആയതുകൊണ്ട് പ്ലസ് മൈനസിലോട്ടാണ് പോവുക. ഇവിടെ പ്ലസ് മൈനസ്. അതേപോലെ തന്നെ ഇവിടെ ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് ആണ്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് മൊത്തം വോൾട്ടേജ് ആയിട്ട് എടുക്കാം. അതായത് ഇവിടെ ബേസ് ആണ്, നമുക്ക് ഇവിടെ ബേസ് ആയിട്ട് എടുക്കാം. ഇവിടെ എമിറ്റർ ആണ്. അപ്പം അതേപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞത് VR2. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്താൽ മതി. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത് R2 ആണ് കേട്ടോ. ഇത് R2, ഇത് R1. 1 സെക്കൻഡ്. R1 R2. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് VR2. ഇത് ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇത് മൈനസ് എടുത്തു, ഇത് പ്ലസ് എടുത്തു. ഇത് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് ലൂപ്പ് ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, R2നെ അക്രോസുള്ള പ്ലസ് മൈനസ് മാർക്ക് ചെയ്യുക, ബേസിൻ്റെ എമിറ്റർ ടെർമിനൽസിനെ അക്രോസുള്ള പ്ലസ് മൈനസ് മാർക്ക് ചെയ്യാം, REക്ക് അക്രോസ് ഉള്ളത് മൈനസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ലൂപ്പ് ഇക്വേഷൻ എഴുതാം. മൈനസിൽ നിന്ന് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. മൈനസിൻ്റെ പ്ലസിലോട്ട് പോകുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? VR2 പ്ലസ് മൈനസ് മൈനസ് ഒരു മിനിറ്റ് മൈനസ് VBE മൈനസ് VBE മൈനസ് RE ആണ്. RE എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആവില്ല, അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് IE ആണ്, ഈക്വൽ ടു 0. ഓക്കെ, അപ്പം നമുക്ക് ഇന്നവ എങ്ങനെ എടുക്കാം? VBE എന്ന് പറയുന്നത് VR2 മൈനസ് IE RE. ക്ലിയർ അല്ലേ? VB നെഗറ്റീവ് ആയിരുന്നു, അത് ഇപ്പുറത്തോട്ട് പോസിറ്റീവ് ആയിരുന്നു. നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്കറിയാം എമിറ്റർ കറണ്ട് ഇസ് ഈക്വൽ ടു IB പ്ലസ് IC. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് ഇത് ഭയങ്കര ചെറിയ കറണ്ടാണ് IB. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, I അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IC എന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാണ്. VB ഈക്വൽ ടു VR2 മൈനസ് IC ഇൻറ്റു RE. ഓക്കെ, ഇനി ഈ ലൂപ്പ് ഇക്വേഷൻ എഴുതി വെച്ചിട്ടാണ് നമ്മൾ എന്തിനാണ് REയുടെ റോൾ എന്ന് നമ്മൾ പറയണേ. ഓക്കെ, അപ്പോൾ ഞാനത് ഇവിടെ പറഞ്ഞുതരാം. ഇൻ കേസ് നമുക്ക് ടെമ്പറേച്ചർ കൂടി, ഇപ്പം ടെമ്പറേച്ചർ കൂടി, ടിയുടെ വാല്യൂ കൂടി, ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എന്ത് സംഭവിക്കും? കളക്ടറിൻ്റെ അവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കണേ. അവിടെ മൈനോറിറ്റി കാരിയേഴ്സിനൊക്കെ എനർജി കിട്ടിക്കഴിയുമ്പോൾ അവർ മൂവ് ചെയ്യും അല്ലേ? അപ്പോൾ നോർമലി എക്സ്ട്രാ കറണ്ട് അവിടെ നമുക്ക് ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വലി നമ്മൾ മൂവ് ചെയ്യും. ഇലക്ട്രോൺസും അതുപോലെ തന്നെയാണ്, അവർക്ക് ഹീറ്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവർ മൂവ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് വരും? കറണ്ടിന് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ IC എന്ത് പറ്റും? പെട്ടെന്ന് കൂടും. പക്ഷേ IC അങ്ങനെ പെട്ടെന്ന് കൂടാമോ? ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് കൊണ്ടിട്ട് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പാടില്ല, അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. IC എന്തായിട്ട് നിൽക്കണം? ആ കോൺസ്റ്റന്റിൽ തന്നെ നിൽക്കണം. ടെമ്പറേച്ചർ അഫക്റ്റഡ് ആവാൻ പറ്റില്ല. പക്ഷെ ടെമ്പറേച്ചർ കൂടിയുണ്ട്, ഇപ്പം ICയുടെ വാല്യൂ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൂടിയിട്ടുണ്ട്. IC കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി VBക്ക് എന്താണ് സംഭവിക്കുക? VB നേരത്തെ പറഞ്ഞ കൺസെപ്റ്റാണ്. IC കൂടുമ്പോൾ നമ്മൾ ആ ടേമിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണത് കൂടുമ്പോൾ VB എന്ത് പറ്റും? കുറയും അല്ലേ? VBക്ക് എന്താ പറ്റണം? ഇവിടെ VBക്ക് ആക്ച്വലി എന്താ പറ്റണേ? VBE എന്ത് പറ്റും? കുറയും അല്ലേ? IC കൂടുമ്പോൾ VBE കുറയും. VBE എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ എമിറ്ററിൽ കൊടുക്കുന്ന ആ ബയാസിംഗ് ആണ് അല്ലേ? ആ ട്രാൻസിസ്റ്റർ ഓൺ ആവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. VBE കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ത് പറ്റി? കുറഞ്ഞു. ഇൻപുട്ട് വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ബേസിന് എന്ത് പറ്റും? ഇൻപുട്ട് കറണ്ടിന് എന്ത് പറ്റും? കുറയും. ഇൻപുട്ട് കറണ്ട്, അതായത് ഇൻപുട്ട് കറണ്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറണ്ട് കുറഞ്ഞു. ഇൻപുട്ട് കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് എന്ത് പറ്റും? ഔട്ട്പുട്ട് കറണ്ടും ആക്ച്വലി എന്ത് പറ്റും? കുറയും. അതായത് IC കുറയും. മനസ്സിലായോ? അപ്പോൾ ഇന്ന ടെമ്പറേച്ചർ കൂടി, അത് കാരണം ICനകത്ത് ഒരു വേരിയേഷൻ ഉണ്ടായി. പക്ഷെ ആ വേരിയേഷനെ ആരാണ് കുറച്ചത്? ആക്ച്വലി ഈ റെസിസ്റ്റൻസ് നമ്മൾ അവിടെ RE ഇട്ടതുകൊണ്ട് അവിടെ എന്ത് പറ്റും? അവിടെ നമുക്ക് എന്ത് പറ്റും? Iയുടെ ടേമിനെ എഫക്റ്റ് ചെയ്യും. I എന്ന് പറഞ്ഞാൽ ICന്റെ എഫക്റ്റ് ചെയ്യും. അവിടെ ഉണ്ടാവണ ഡ്രോപ്പ് എന്താ പറ്റണം? കൂടും. അങ്ങനെ വരുമ്പോൾ VBE കുറയും. VBE കുറഞ്ഞു കഴിഞ്ഞാൽ
ട്രാൻസിസ്റ്റർ ഓൺ ആവണത് കുറയും, ട്രാൻസിസ്റ്റർ ഇൻപുട്ടോട് കൊടുക്കുന്ന കറണ്ട് കുറയും. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് എന്ത് പറ്റും, കുറയും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയപ്പോൾ ആദ്യം IC കൂടി, പക്ഷേ പിന്നീട് IC എന്ത് പറ്റി, കുറഞ്ഞു. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിന്നു. അപ്പോൾ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് വന്നാലും കളക്ടർ കറണ്ടിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്താനുള്ള മെയിൻ റീസൺ ആരാണ്, ഈ സബ്ട്രാക്റ്റിംഗ് ടേം ആണ്. അതായത് അവിടുത്തെ REയുടെ റോളാണ്. മനസ്സിലായോ? അപ്പോൾ RE തെർമൽ സ്റ്റെബിലിറ്റി തരണത്. ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് കൊണ്ടിട്ട് കളക്ടർ കറണ്ട് വേരി ചെയ്താലും അതിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്ന കമ്പോണന്റ് ആണ് ആരെന്ന് പറയുന്നത്, RE എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ പറയാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ നോർമലി എന്ത് പറ്റും, മൈനോറിറ്റി കാരിയേഴ്സ് ഒക്കെ മൂവ് ചെയ്യും. അപ്പോൾ റിവേഴ്സ് കറണ്ട് കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ നോർമലി കളക്ടർ കറണ്ട് കൂടും. ഓക്കെ, കളക്ടർ കറണ്ട് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം എന്ത് പറ്റും, നമ്മുടെ ഇക്വേഷനിൽ ഈ ടേം എന്ത് പറ്റും, കൂടും. ഇങ്ങനെ കൂടുമ്പോൾ ഈ ടേം എന്ത് പറ്റും, കുറയും. VBE കുറയും. VBE എന്ന് പറഞ്ഞാൽ ബേസ് എമിറ്റർ ബയാസിംഗ് ആണ്. അത് ഇൻപുട്ടിലുള്ള ബയാസിംഗ് ആണ്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് കുറയും, ഇൻപുട്ട് കറണ്ട് കുറയും. ഇൻപുട്ടിലുള്ള നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ഔട്ട്പുട്ട് എന്ത് പറ്റും, കുറയും. IC കുറയും. അങ്ങനെ ICനെ ഒരു കോൺസ്റ്റന്റ് ആക്കി നിർത്തും. അപ്പോൾ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ REനെ യൂസ് ചെയ്യണം. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് RC കപ്പിളിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ട്രാൻസിസ്റ്റർ നമ്മൾ കമ്പോണൻസ് ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്യാം. നമുക്ക് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. DC-നെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്റ്റേജിന് അടുത്തത് കപ്ലിംഗ് ഇൻപുട്ടിലും കൊടുക്കുന്നുണ്ട്, ഔട്ട്പുട്ടിലും കൊടുക്കുന്നുണ്ട്. ഇൻപുട്ടിൽ നമ്മുടെ ഇൻപുട്ടിലുള്ള AC ഫുൾ കടത്തിവിടാനും എന്തെങ്കിലും DC നോയ്സ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാനാണ്. ഔട്ട്പുട്ടിൽ നമ്മൾ കൊടുക്കുന്നത് അടുത്ത സ്റ്റേജിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള DC നോയ്സ് ഒന്നും അങ്ങോട്ട് എഫക്ട് ചെയ്യാൻ പാടില്ല. ഇനി ബയാസിംഗ് റെസിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് വെച്ചിട്ടാണ് നമ്മൾ ബേസിനെ ബയാസ് ചെയ്യുന്നത്. R1 R2ന്റെ ഒരു നെറ്റ്വർക്ക് ആണ് കേട്ടോ, വോൾട്ടേജ് ഡിവൈസർ ബയാസിംഗ്. അപ്പം ബയാസിംഗ് കൊടുക്കുമ്പോഴാണ് ട്രാൻസിസ്റ്റർ പ്രോപ്പറായിട്ട് ക്യൂ പോയിന്റിൽ നിൽക്കുന്നത്. ഓക്കെ, ഇനി ഒരു ലോഡ് റെസിസ്റ്റർ അല്ലെങ്കിൽ ആ കളക്ടറിൻ്റെ അവിടെ റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ VCC ഡയറക്റ്റ് ആയിട്ട് കളക്ടറിലോട്ട് വരുമ്പോൾ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എമിറ്ററിൻ്റെ അവിടെ റെസിസ്റ്ററും കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട്. എമിറ്ററിൻ്റെ അവിടെയുള്ള ബൈപ്പാസ് കപ്പാസിറ്റർ AC നോയ്സിനെ ഗ്രൗണ്ട് ചെയ്യും. റെസിസ്റ്റർ തെർമൽ സ്റ്റെബിലിറ്റി കൊടുക്കും. ഓക്കെ, ഇനി വർക്കിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ബേസിലോട്ട് കൊടുക്കുക. അപ്പം ഇതിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. നമ്മൾ ആംപ്ലിഫൈ ചെയ്യേണ്ട VS എന്ന് പറയുന്ന സിഗ്നലിനെ ബേസിൽ കൊടുക്കുക. VS കപ്ലിംഗ് കപ്പാസിറ്റർ വഴി AC സിഗ്നലിനെ മാത്രം കടത്തിയിട്ട് പ്രോപ്പറായിട്ട് ബേസിൽ ചെല്ലും. ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിൽ ബേസിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ടിൽ IC എന്ന് പറയുന്ന കറണ്ട് കിട്ടും. അത് ആംപ്ലിഫൈഡ് വേർഷൻ ആയിരിക്കും. ഓൾവേസ് റിമെമ്പർ ദാറ്റ് അത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടണം, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കുഞ്ഞു കറണ്ട് ബേസിൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ലാർജ് കറണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, എങ്ങനെയാണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ വരയ്ക്കണേന്ന്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഓർത്ത് ഓരോ സ്റ്റെപ്സ് ആയിട്ട് മിസ് പറയാം. ആ സ്റ്റെപ്സ് ആയിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വരയ്ക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് ആദ്യമേ ചെയ്യേണ്ടത് ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ വരയ്ക്കുക. ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിളൊക്കെ വരയ്ക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ തന്നെ വരയ്ക്കുക. ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താ, ഒരൊറ്റ വോൾട്ടേജ് സോഴ്സ് കൊടുക്കണം. അതായത് നമ്മൾ ബയാസിംഗ് കൊടുക്കാൻ പോവാണ്. ബയാസിംഗ് കൊടുക്കുന്നത് നമ്മൾ എന്താണ് കൊടുക്കണം, അവിടുത്തെ വോൾട്ടേജ് നമ്മൾ എഴുതണം, അത് VCC ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം കളക്ടറിനെ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റർ ഇട്ടിട്ട് കളക്ടറിനെ ബയാസ് ചെയ്തു. പിന്നെ ബയാസ് ചെയ്യേണ്ട ആരാണ്, എമിറ്റർ ബേസ് ജംഗ്ഷൻ ആണ്. അവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂളാണ്. അപ്പോൾ അത് വെച്ചിട്ടും ബയാസ് ചെയ്യാം. R1 R2 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ 2 ബയാസിങ് കൊടുത്തു. ഇനി നമുക്ക് എന്താണോ ആംപ്ലിഫൈ ചെയ്യേണ്ടത്, ആംപ്ലിഫൈയുടെ സിഗ്നൽ ബേസിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ അവിടുത്തെ സോഴ്സിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കപ്പാസിറ്റർ ഇട്ടിട്ടാണ് കപ്പിൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ കാര്യം മറന്നു പോകരുത്. RS നമുക്ക് ആംപ്ലിഫൈയുടെ സോഴ്സ് VS. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ട് നമ്മൾ കളക്ടറിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കണേ. നമ്മുടെ ഇൻപുട്ട് ടെർമിനൽ ബേസും ഔട്ട്പുട്ട് കളക്ടറാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് REയുടെ അവിടെ ഒരു റെസിസ്റ്റർ വയ്ക്കാം. അവിടുത്തെ AC നോയ്സിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കപ്പാസിറ്റർ വയ്ക്കുക. എമിറ്ററിൽ നിന്നായതുകൊണ്ട് CE, എമിറ്ററിൽ നിന്നായതുകൊണ്ട് RE. ഇത് ഗ്രൗണ്ട് ചെയ്യുക.
ഇത്രയും പോയിന്റ്സ് ഇതേപോലെ തന്നെ നമ്മൾ ഓർത്തിരുന്നിട്ടാണ് സർക്യൂട്ട് വരയ്ക്കേണ്ടത്. എമിറ്റർ കോൺഫിഗറേഷനിൽ വയ്ക്കാം, ആവശ്യമുള്ള ബയാസിങ് കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കുക, കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് കൊടുക്കുക, ആറിയും സിയും കൊടുക്കുക. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും RC കപ്പിൾഡ് ആംപ്ലിഫയർ കേട്ടോ. സ്റ്റെപ്സ് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് RC കപ്പിൾഡ് ആംപ്ലിഫയർ. എല്ലാ കമ്പോണൻസും മെൻഷൻ ചെയ്യുക, ഓരോന്നും എന്തിനാന്ന് പഠിക്കുക. അലോങ് വിത്ത് ദാറ്റ് ആ വർക്കിംഗ് ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.